CPIM-ന്റെ സമ്മേളനങ്ങളുടെ എല്ലാം നഗരയുടെ പേര് സഖാവ് കോടിയേരിയുടെ പേരാണ്. കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവനയാണ്. അത്തരത്തിലുള്ള ഒരാളെ മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന RSSന്റെ BJPയുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന RSSകാരെ പറ്റി വേറെ എന്താ പറയാനുള്ളത്? അതിലൊന്നും യാതൊരു കാര്യമില്ല. കാരണം മഹാത്മാഗാന്ധിയല്ല സ്വാതന്ത്ര്യ സമര പോരാളി, ആരാ? സവർക്കറാണ് എന്ന് പറയുന്ന RSSകാരോടും BJPക്കാരോടും വേറെ എന്ത് പറയാനാ? അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് കോടിയേരി. കോടിയേരിയെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിലൊന്നും ഒരു BJPയും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിൻ്റെ അകത്ത് കൃത്യമായ കാര്യം ചരിത്രപരമായിട്ട് തന്നെ പരിശോധിച്ചാൽ പറയാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, തീരുമാനമായിട്ടില്ല. അത് സംബന്ധിച്ച് ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ല, ടോളുകളൊക്കെ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സംഭവം. കേന്ദ്ര ഗവൺമെൻറ് ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായ ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം GSTയുടെ ഭാഗമായിട്ട് അവർ പിരിച്ചു കൊണ്ടുപോവാണ്. നമുക്കൊന്നും പുതുതായിട്ടുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. അതൊന്നും തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഏതാ ബ്രൂവറിയിൽ തീരുമാനിച്ചാണല്ലോ. അത് LDF തമ്മിൽ ചർച്ച ചെയ്യാം. ആരുമായിട്ട് ചർച്ച ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, ആരുമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു പ്രയാസമില്ല. പ്രാദേശികമായ എതിർപ്പൊന്നും ഒരു പ്രാദേശികമായ എതിർപ്പുമില്ല. അതായത് കർണാടകത്തിലുള്ള സ്പിരിറ്റ് ലോബിക്കാണ് വലിയ സംഘർഷാത്മകമായ പ്രതിഷേധം. പറഞ്ഞതിൻ്റെ മലയാളം മനസ്സിലായോ? മനസ്സിലായോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ അവർക്ക് ഇവിടെ മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി മുഴുവൻ. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ജനങ്ങളോട് ഞങ്ങൾ കൃത്യമായിട്ട് പറയും. അവിടെ ജനങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു തുള്ളി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബ്രൂവറി ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരാളുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല പ്രശ്നം. കോടതിയിലാണ് ആ പ്രശ്നമുള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇത് വേണോ അത് വേണോ എന്ന് ചോദിക്കേണ്ട ആരും കാര്യമില്ല. കോടതി പറയട്ടെ. അപ്പോൾ ഈ വടകരയിൽ ഒരു വിമത നീക്കം നടക്കുന്നുണ്ട്. ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് എതിർപ്പൊക്കെ വരുന്നുണ്ട്. ഒരു എതിർപ്പുമില്ല, വെറുതെ പറയുന്നത് മാത്രമാണ്. അത് സമ്മേളനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യം നോക്കി ഒന്നും നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ അവസാനം പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരി. ഇല്ല, അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കേണ്ടതൊന്നും നല്ലത്. അതൊക്കെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. രാജേന്ദ്രനെ ഒഴിവാക്കാൻ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. രാജേന്ദ്രനെ പാർട്ടിയുടെ ഭാഗമായി നിർത്താൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതേന്ന് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയിരുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നും കിട്ടാണ്ടിരിക്കും, വേറെ ഇമാതിരിയുള്ളവർ ഏതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. രാജേന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടി കേഡറായിരുന്ന സഖാവിനെ പാർട്ടിയോടൊപ്പം ചേർത്തും പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പോരെ? മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടുമില്ല. ഇപ്പം എന്താണോ നിലപാട്, ആ നിലപാട് തന്നെയാണ്. ഇനി അവിടെ വേണ്ടത് എന്താ വെച്ചാൽ കോടതിയുടെ വിധി വരണം. വിധി വരട്ടെ, അപ്പോൾ നമുക്കറിയാം. അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന്. അതും ഞങ്ങളുടെ മുമ്പിലില്ല. CPIM-ന്റെ മുമ്പിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ചാർജ് ഷീറ്റ് പിന്നെ കേസ് കൊടുത്താൽ പിന്നെ ചാർജ് ഷീറ്റ് കൊടുക്കണം. ധാർമ്മികതയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികതയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു കിട്ടുമല്ലോ. കിട്ടുമോ? അത് കിട്ടുമോ? അതെങ്കിലും ഞാൻ ഉറപ്പാണ്. ധാർമ്മികത അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം. ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് തന്നെയാണ് പറഞ്ഞത്.